പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻപ് വെച്ച് ഈ മൈക്കിലൂടെ പറയാൻ പറ്റിയ അതിന് ദൈവം കാണിച്ച കരുണയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യം തന്നെ ഇന്ന് ഈ നിമിഷം വരെ ഇന്ന് ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലായി മെയിനായിട്ട് 3 ബോധ്യങ്ങളാണ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരു രക്തത്തിൻ്റെ അമൂല്യത, അതിൻ്റെ ശ്രേഷ്ഠത. ബ്രദർ പറഞ്ഞു, ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ചപ്പം അവസാന തുള്ളി രക്തം വരെ ഈശോ തിരുവിലാവിൽ നിന്ന് ഒഴുകി, പിന്നെ രക്തമില്ല. അതിനുശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ആ ഒരു രക്തമാണ് നമുക്ക് ഓരോ ദിവ്യബലിയിലും തരുന്നത്. അപ്പം നമുക്ക് ആ ഒരു തുള്ളി രക്തം, അതിൻ്റെ ആ ഒരു അമൂല്യത, നമുക്ക് നമ്മളൊക്കെ എത്രയോ ദൈവത്തിൻ്റെ ഇത്ര കരുണയുടെ ആ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് നമുക്ക് ആ ഒരു തിരുരക്തമൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ആ ഒരു ദൈവിക ഭാഗ്യം, അതിൻ്റെ നമുക്ക് ഒരു ക്രിസ്ത്യാനികളാകാന്നൊക്കെ ഉള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തത് തമാശ രൂപത്തിൽ കൂടി ആണെങ്കിലും നമ്മളൊരു മണവാളനെ കാത്തിരുന്നു, കല്യാണം ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈശോ പഴയ നിയമത്തിലൂടെയൊക്കെ ഈശോയെക്കുറിച്ച്, സങ്കീർത്തനങ്ങളിലൂടെ ഒക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമുക്ക് ഈശോ നമ്മുടെ മുൻപിൽ മനുഷ്യാവതാരം ചെയ്ത് നമുക്ക് ഉദ്ധിതനായ ഈശോ ആയിട്ട് നമുക്കുണ്ട്. അപ്പം ആ ഈശോയാണ് നമ്മൾ ആദ്യം പുതിയത്, പിന്നീട് പഴയത്. ഇപ്പം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ ആദ്യം ഈശോയെ, പുതിയ നിയമത്തിലുള്ള ഈശോ നമ്മുടെ മുന്നിൽ ഉദ്ധിതനായ ഈശോയെ കുറിച്ച് നമ്മൾ പഠിച്ച് അതിനുശേഷം പഴയതിലോട്ട് പോവുക എന്നുള്ളത്. പിന്നെ മൂന്നാമത് കിട്ടിയത് കൂദാശകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. എല്ലാ കൂദാശകളും സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നു. പക്ഷെ എന്നാലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം കൃപയുടെ ദാതാവിനെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നെ ജ്ഞാനത്തെക്കുറിച്ചും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു, ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറഞ്ഞു. ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിയും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ അനുസൃതമായി മാറും. ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു. Very good.